നമസ്കാരം. കയ്യിലുള്ള കാശ് അതെങ്ങനെ കൂട്ടിവെക്കാം അല്ലെങ്കിൽ എങ്ങനെ വളർത്താം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ആശങ്കയൊക്കെ തോന്നാറുണ്ടോ? പലർക്കും ഈ നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ ഭയങ്കര സങ്കീർണമായൊരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ശരിയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ വീട്ടിലെ ചെലവ് കണക്കുകൂട്ടുന്ന പോലെയോ കുറച്ചുകൂടി ലളിതമായിട്ട് ഇതിനെയും കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കേരളത്തിലെ തന്നെ നമുക്ക് പരിചയമുള്ളതുപോലത്തെ കുറച്ച് ആളുകളുടെ കഥകളിലൂടെ ഈ നിക്ഷേപം എന്ന വിഷയത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. പ്രധാനമായിട്ടും പുതുതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ചിട്ട് കേരളത്തിലെ വ്യക്തിഗത നിക്ഷേപം, തുടക്കക്കാർക്കുള്ള വഴികാട്ടി എന്നതിലെ ചില കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്കിതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ലളിതമായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് കോട്ടയത്തുള്ള വർഗീസ് എന്ന പേരുള്ളൊരു റബ്ബർ കർഷകന്റെ കാര്യമെടുക്കാം. അദ്ദേഹത്തിന് റബ്ബർ ഷീറ്റൊക്കെ വിറ്റ് കുറച്ച് കാശ് കിട്ടുമ്പോൾ വീട്ടിലെ ചെലവൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചെടുത്തൊരു വലിയ മൺകലത്തിലിട്ട് വെക്കും. അതിനൊരു പേരുമുണ്ട്, അവസരത്തിനുള്ള പണയം എന്ന്. ഇത് ഒരുപാട് വീടുകളിൽ നമ്മൾ കാണുന്ന ഒരു ശീലമാണ് അല്ലേ? ഒരു അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ കുറച്ച് കാശ് കയ്യിൽ വെക്കുന്നത്. അതെ, സാധാരണമാണ്. ഒരു ദിവസം ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മരുമകൻ വന്നപ്പോ വർഗീസ് ഈ കലമൊക്കെ എടുത്ത് കാണിച്ചു അഭിമാനത്തോടെ. അപ്പോഴാണ് മരുമകന്റെ ചോദ്യം, അപ്പച്ചാ, ഈ കാശ് ഇവിടെ വെറുതെ ഉറങ്ങുകയല്ലേ? ഇതിനെ ഒന്ന് ഉണർത്തി കുറച്ചുകൂടെ വളർത്തിയാലോ? നല്ല ചോദ്യം. ശരിക്കും നല്ല ചോദ്യമാണ്. വെറുതെ വെച്ചിരുന്നാൽ ഈ പണം എങ്ങനെയാ വളരുന്നത്? അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? തീർച്ചയായും ആ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. പണം വെറുതെ ഒരിടത്ത് പൂട്ടിവെക്കുന്നതിനേക്കാളും നല്ലത് അതിനെ സുരക്ഷിതമായിട്ട് ഒന്ന് വളരാൻ വിടുന്നതാണ്. ഇവിടെയാണ് വർഗീസിനെ പോലെ ഒരാൾക്ക് ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ്, നമ്മൾ RD എന്ന് പറയില്ലേ, അത് സഹായകമാകുന്നത്. RD കേട്ടിട്ടുണ്ട്. അതെ, ഇത് മിക്ക ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിലുമൊക്കെ വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്താണ് ഈ RD എന്ന് ഒന്നുകൂടി ലളിതമായിട്ട് പറയാമോ? ചിലർക്കൊരു പക്ഷേ അത്ര പിടിയുണ്ടാവില്ല. പറയാം. RD എന്ന് വെച്ചാൽ എല്ലാ മാസവും നമ്മളൊരു നിശ്ചിത തുക, ഒരു ഉദാഹരണത്തിന് 500 രൂപയോ 1000 രൂപയോ ഒരു നിശ്ചിത കാലത്തേക്ക്, 1 വർഷം, 2 വർഷം അല്ലെങ്കിൽ 5 വർഷം, അങ്ങനെ ഒരു ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ അടച്ചുകൊണ്ടിരിക്കും. ഓക്കെ. എല്ലാ മാസവും മുടങ്ങാതെ അടക്കണം. ആ കാലാവധി തീരുമ്പോൾ നമ്മൾ അടച്ച മൊത്തം തുകയും പിന്നെ അതിനൊരു പലിശയും കിട്ടും. അതും കൂട്ടി നമുക്ക് തിരികെ ലഭിക്കും. ഇതൊരു തരം ചിട്ടയായ സമ്പാദ്യശീലമാണ്. വർഗീസിനെ പോലെ കയ്യിലൊരുമിച്ച് വലിയ തുകയൊന്നും കാണില്ല. പക്ഷേ മാസാമാസം കുറച്ച് കാശ് മാറ്റിവെക്കാൻ പറ്റുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ വർഗീസിന് ഇതുകൊണ്ട് എന്തു ഗുണം? ആ കലത്തിലിടുന്ന കാശിനേക്കാളും എന്താണിതിലെ മെച്ചം? പ്രധാനമായിട്ടൊരു 3 കാര്യങ്ങൾ പറയാം. 1, സുരക്ഷിതത്വം. ഇത് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലൊക്കെ ആയതുകൊണ്ട് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളല്ലേ, അപ്പോൾ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരി. കലത്തിലിരുന്നാൽ ചിലപ്പോ? അതെ, ചിലപ്പോൾ എടുത്തുകൊണ്ടു പോവാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നഷ്ടപ്പെടാം. പക്ഷെ RDയിൽ ആ പേടി വേണ്ട. രണ്ടാമത്തെ കാര്യം, ചെറിയ തുക മതി തുടങ്ങാൻ. ഒരു 100 രൂപ മുതലുള്ള RD പ്ലാനുകൾ പോലുമുണ്ട്. ഓ, അത്രയും ചെറുതോ? അതെ, അപ്പോൾ ആർക്കും എളുപ്പത്തിൽ തുടങ്ങാം. മൂന്നാമത്തെ കാര്യം, ഇതൊരു ചിട്ടയായ നിക്ഷേപമാണ്. വർഗീസ് ആ അവസരത്തിനുള്ള പണയം സൂക്ഷിക്കുന്ന ശീലം നല്ലതാണ്. പക്ഷേ RD അതിനൊരു കൃത്യത കൊടുക്കുന്നു. എല്ലാ മാസവും ഇത്ര രൂപ മാറ്റിവെക്കണം എന്നൊരു ചിട്ട വരും. പ്ലസ് അതിനൊരു ചെറിയ വരുമാനം, അതായത് പലിശ കിട്ടുകയും ചെയ്യും. വെറുതെ ഇരിക്കുന്ന പണത്തിന് ഒരു ചെറിയ ജോലി കൊടുക്കുന്ന പോലെ. അത് കൊള്ളാം. അപ്പോ വർഗീസിന്റെ മരുമകൻ സഹായിച്ച് ഒരു RD അക്കൗണ്ട് തുടങ്ങിക്കൊടുത്തു. ഓരോ തവണ റബ്ബർ വിൽക്കുമ്പോൾ കിട്ടുന്ന കാശിന്ന് ഒരു 1000 രൂപ നേരെ ഈ അക്കൗണ്ടിലേക്ക്. അപ്പോ ആ അവസരത്തിനുള്ള പണയം വെറുതെ മൺകലത്തിൽ ഉറങ്ങാതെ ഇപ്പൊ സ്വയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ചെറിയ ഒരു മാറ്റം, ഒരു സാധാരണ ശീലം എങ്ങനെ ഒരു നിക്ഷേപമായി മാറിയെന്ന്. നിങ്ങൾക്ക് വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, പക്ഷെ ഒരു തുക സ്ഥിരമായിട്ട് മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല തുടക്കം തന്നെയാണ്. തീർച്ചയായും. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. കോഴിക്കോടുള്ള ശ്രീലക്ഷ്മി ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. സ്ഥിര വരുമാനമൊക്കെയുണ്ട്, പൈസയൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ച് ചെലവാക്കുന്ന ഒരാളാണ്. അവർക്ക് ചിട്ടികളിലൊക്കെ ഒരു വിശ്വാസമുണ്ട്, പ്രത്യേകിച്ച് ഈ KSFA പോലത്തെ സർക്കാർ സ്ഥാപനങ്ങളുടെ ചിട്ടിയിൽ. അതുപോലെ മകളുടെ ഭാവിക്കായിട്ട് കുറച്ച് സ്വർണമൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ആണല്ലോ, അല്ലേ? അതെ, വളരെ സാധാരണമാണ്. പക്ഷേ ശ്രീലക്ഷ്മിയുടെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ടീച്ചർ കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ അറിയുന്നൊരാള് വേറെ ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞു. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് PPF. PPF
ഇതെന്താണ് സംഭവം? ഇത് ചിട്ടിയിൽ നിന്നും സ്വർണത്തിൽ നിന്നുമൊക്കെ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? PPFും സർക്കാരിന്റെ പിന്തുണയുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ ഇത് ചിട്ടി പോലെയോ സ്വർണം വാങ്ങുന്നത് പോലെയോ അല്ല. ഇതൊരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പാദ്യ പദ്ധതി. 15 വർഷമാണിതിന്റെ കാലാവധി, മിനിമം. ഓ, 15 വർഷം. അതൊരു നീണ്ട കാലയളവാണല്ലോ. അത്രയും നാളെ ഈ ക്യാഷ് ഇതില് ബ്ലോക്കായി കിടക്കുവോ? ഇടയ്ക്ക് വല്ല ആവശ്യം വന്നാല്? നല്ല ചോദ്യമാണ്. 15 വർഷം എന്നത് ശരിക്കും ദീർഘകാല ലക്ഷ്യങ്ങളുള്ളവർക്കാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ മകളുടെ ഉന്നത വിദ്യാഭ്യാസം, കല്യാണം, അല്ലെങ്കിൽ സ്വന്തം റിട്ടയർമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. എന്നാൽ മുഴുവനായും ബ്ലോക്ക്ഡ് അല്ല. ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഒരു നിശ്ചിത വർഷം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ കുറച്ചു പണം പിൻവലിക്കാനോ ഒക്കെ പറ്റും. പക്ഷേ ഇതിന്റെ പ്രധാന ആകർഷണം അതല്ല ശരിക്കും. പിന്നെന്താണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം? ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയുന്നത് ഇതിന്റെ ടാക്സ് ബെനിഫിറ്റ്സ് ആണ്, നികുതി ആനുകൂല്യങ്ങൾ. PPFൽ നമ്മൾ ഒരു വർഷം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 1.5 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ 80C അനുസരിച്ച് ടാക്സ് ഇളവ് കിട്ടും. ആ, അത് കൊള്ളാം. അതുപോലെ ഈ 15 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന പലിശ ഉണ്ടല്ലോ, അതിന് 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. ഓഹോ. കാലാവധി കഴിയുമ്പോൾ കിട്ടുന്ന മൊത്തം തുകയ്ക്കും ടാക്സ് ഇല്ല. ഇതിനെ EEE സ്റ്റാറ്റസ്, അതായത് എക്സംപ്റ്റ് എന്ന് പറയും. നിക്ഷേപിക്കുമ്പോഴും ടാക്സ് ഇല്ല, പലിശ കിട്ടുമ്പോഴും ടാക്സ് ഇല്ല, തിരികെ കിട്ടുമ്പോഴും ടാക്സ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ബാങ്കിൽ FD ഇട്ടാൽ കിട്ടുന്ന പലിശയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷേ PPFൽ ആ പലിശ മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കും. 15 വർഷം കഴിയുമ്പോൾ അതൊരു വലിയ വ്യത്യാസമുണ്ടാകും. ശരിയാണ്. പ്രത്യേകിച്ച് ശ്രീലക്ഷ്മിയെപ്പോലെ സ്ഥിരവരുമാനമുള്ള ടാക്സ് അടയ്ക്കുന്ന ഒരാൾക്ക് ഇത് വളരെ ഗുണകരമാണ്. പിന്നെ ഇത് ഗവൺമെന്റ് ഗ്യാരണ്ടിയുള്ളതുകൊണ്ട് വളരെ സുരക്ഷിതവുമാണ്. ഓക്കേ. അപ്പോ ഈ ടാക്സ് ലാഭിക്കാമെന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ? പക്ഷേ ശ്രീലക്ഷ്മി ഇപ്പോ ചിട്ടിയിലും സ്വർണത്തിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അതെല്ലാം നിർത്തിയിട്ട് PPF തുടങ്ങണോ? അതാണോ നല്ലത്? ഒരിക്കലുമില്ല, വേണ്ട. ഇവിടെയാണ് നമ്മൾ ഈ വൈവിധ്യവൽക്കരണം, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നൊരാശയം ഓർക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടില്ലേ, എല്ലാ മുട്ടകളും ഒരേ കൊട്ടയിലിടരുതെന്ന്? ആ, കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിട്ടിക്ക് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ നേട്ടങ്ങളും ഉണ്ടാവാം. സ്വർണം ഒരു അസറ്റാണ്, വില കൂടാം കുറയാം. PPF ആണെങ്കിൽ ദീർഘകാല സുരക്ഷയും നല്ല ടാക്സ് ലാഭവുമാണ് തരുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ചിട്ടിയും സ്വർണവുമൊക്കെ നിലനിർത്താം. അതിൻ്റെ കൂടെ അധികമായിട്ടൊരു സുരക്ഷയ്ക്കും ടാക്സ് ലാഭിക്കാനും വേണ്ടി PPFലും ഒരു തുക നിക്ഷേപിക്കാം. ഇത് അവരുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭദ്രത കൂട്ടുകയുള്ളൂ. ശരിയാണ്. അപ്പോ ശ്രീലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി. അവരൊരു പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു PPF അക്കൗണ്ട് തുടങ്ങി. എന്നിട്ട് എല്ലാ മാസവും ഒരു ചെറിയ തുക അതിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. മകളുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതലുമായി, ഒപ്പം കുറച്ച് ടാക്സും ലാഭിക്കാം. അപ്പോ നിങ്ങൾക്ക് ദീർഘകാല ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, ടാക്സ് ലാഭിക്കണം എന്നാൽ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ PPF ഒരു നല്ല ഓപ്ഷനാണ്. അതെ, റൈറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ ആളിലേക്ക് വരാം. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന അജയ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ വർഗീസിൽ നിന്നും ശ്രീലക്ഷ്മിയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ടെക്നോളജിയൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ കുറച്ച് കാശ് വെറുതെ കിടക്കുന്നു. അതിന് കാര്യമായിട്ടൊരു വളർച്ചയൊന്നും കിട്ടുന്നില്ല എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അതേസമയം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ പോയ കൂട്ടുകാരുടെ കഥകളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ട് സ്റ്റോക്ക് വാങ്ങാനൊക്കെ ഒരു പേടി. ഇതിന്നത്തെ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥയാണ് അല്ലേ? അതെ, വളരെ കോമൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണിത്. കുറച്ചുകൂടി റിസ്ക് എടുത്ത് കൂടുതൽ നേട്ടമുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് വലിയ പിടിയില്ല. നഷ്ടം വരുമോ എന്നൊരു പേടിയും. ഇവിടെയാണ് അജയ്യെ പോലുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ടുകളിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതായത് SIP, പ്രയോജനപ്പെടുന്നത്. മ്യൂച്വൽ ഫണ്ട്, SIP എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷെ എന്താണ് മ്യൂച്വൽ ഫണ്ട്? അതെങ്ങനെയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്നത്? ലളിതമായിട്ട് പറയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടം ആളുകൾ, അതായത് നിക്ഷേപകർ, അവരുടെ കയ്യിലുള്ള പണം ഒന്നിച്ചു ചേർത്തിട്ട് ആ മൊത്തം പണം സ്റ്റോക്കുകൾ, ഓഹരികൾ, ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, ചിലപ്പോൾ സ്വർണം, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ പലതരം ആസ്തികളിൽ നിക്ഷേപിക്കുന്നൊരു സംവിധാനമാണ്. ഓക്കേ. ഇത് കൈകാര്യം ചെയ്യുന്നത് പ്രൊഫഷണൽ ഫണ്ട് മാനേജർമാരായിരിക്കും.
അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചോ ബോണ്ടുകളെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ലാത്ത സാധാരണക്കാർക്കും ഈ വിദഗ്ധരുടെ സഹായത്തോടെ ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു വഴിയാണിത്. ഓ, അപ്പൊ നമ്മൾ നേരിട്ട് പോയി ഏത് സ്റ്റോക്ക് വാങ്ങണം എന്നൊന്നും തല പുകയ്ക്കേണ്ട. പകരം ഒരു ഫണ്ടില് പൈസ കൊടുത്താൽ മതി. അവര് നമുക്ക് വേണ്ടി നല്ല സ്റ്റോക്കൊക്കെ നോക്കി വാങ്ങിക്കോളും, അല്ലേ? അതെ, അതാണ് അതിലെ സൗകര്യം. ഇനി എന്താണ് ഈ SIP? SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അത് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ എല്ലാ മാസവും അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ RD പോലെ തന്നെ. ആഹാ, ഓക്കെ. പക്ഷേ ഇവിടെ പണം പോകുന്നത് ഒരു ഫണ്ടിലേക്കാണ്. അജയെ പോലുള്ളവർക്ക് ഇത് വളരെ സൗകര്യമാണ്. കാരണം മാസം ഒരു 500 രൂപ മുതലുള്ള SIPകൾ പോലുമുണ്ട്. 500 രൂപയ്ക്കോ? ഉണ്ട്. അപ്പോൾ വലിയ തുകയൊന്നും കയ്യിൽ വേണ്ട. ജോലി കിട്ടിത്തുടങ്ങുന്ന ചെറുപ്പക്കാർക്ക് പോലും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റും. പക്ഷേ ഒരു സംശയം, ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് എന്ന് എപ്പോഴും പരസ്യത്തിൽ കേൾക്കാറുണ്ടല്ലോ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ PPF പോലെ ഇതത്ര സുരക്ഷിതമാണോ? ആ റിസ്കിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? വളരെ നല്ല പോയിന്റാണത്. PPF പോലെ ഉറപ്പായ, മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റുന്നൊരു വരുമാനം മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇവയുടെ പ്രകടനം മാർക്കറ്റിനനുസരിച്ച് മാറും. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നല്ല ലാഭം കിട്ടാം, താഴോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നഷ്ടവും വരാം. ഇവിടെയാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വൈവിധ്യവൽക്കരണം, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ. മ്യൂച്വൽ ഫണ്ടുകൾ സാധാരണയായിട്ട് ഒരു സ്റ്റോക്കിൽ മാത്രമല്ല നിക്ഷേപിക്കുന്നത്. ഒരുപാട് കമ്പനികളുടെ സ്റ്റോക്കുകളിലും ബോണ്ടുകളിലുമൊക്കെയായിട്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി മോശമായാലും മറ്റുള്ളവ കാരണം മൊത്തത്തിലുള്ള നഷ്ടം ഒരു പരിധിവരെ കുറയാൻ സാധ്യതയുണ്ട്. ശരി. രണ്ടാമത്തെ കാര്യം, ദീർഘകാല നിക്ഷേപം. SIP വഴി നമ്മൾ കുറഞ്ഞ കാലത്തേക്കല്ല, ഒരു 5 വർഷം 10 വർഷം അതിൽ കൂടുതൽ കാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ ഈ മാർക്കറ്റിലെ കയറ്റിറക്കങ്ങളുടെ ആഘാതം കുറയും. കൂടാതെ കൂട്ടുപലിശയുടെ ശക്തി, പവർ ഓഫ് കമ്പൗണ്ടിംഗ് എന്ന് പറയും, അത് കാരണം നല്ലൊരു നേട്ടമുണ്ടാകാനുള്ള സാധ്യതയും കൂടും. ഈ കൂട്ടുപലിശയുടെ ശക്തി അതെന്താണ്? ഒന്നുകൂടി വ്യക്തമാക്കാമോ? അതായത് നിങ്ങളുടെ നിക്ഷേപത്തിന് ഒരു ലാഭം കിട്ടുന്നു എന്ന് വയ്ക്കുക. ആ ലാഭവും വീണ്ടും നിക്ഷേപിക്കപ്പെടും. അടുത്ത തവണ നിങ്ങളുടെ ആദ്യത്തെ മുതലിനും ഈ കിട്ടിയ ലാഭത്തിനും കൂടി ചേർത്താണ് പിന്നെ ലാഭം കിട്ടുന്നത്. പലിശയ്ക്കുമേൽ പലിശ എന്ന് പറയില്ലേ? ആ, മനസ്സിലായി. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ മാസം 2000 രൂപ വെച്ച് 10 വർഷം ഒരു SIPയിൽ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. വെറുതെ ഈ പണം വീട്ടിൽ വെച്ചാൽ 10 വർഷം കഴിയുമ്പോൾ 2,40,000 രൂപയാകും. ശരി. എന്നാൽ ഒരു ശരാശരി ഒരു 12% വാർഷിക വളർച്ച കിട്ടുന്ന ഒരു SIPയിലാണെങ്കിൽ ഇതൊരു ഗ്യാരണ്ടിയല്ല, ഒരു അനുമാനം മാത്രമാണ്. ഈ കൂട്ടുപലിശ കാരണം 10 വർഷം കഴിയുമ്പോൾ അത് ഏകദേശം 4,60,000 രൂപയോളമായി വളരാം. ഓഹോ, ഇരട്ടിയോളം. അതെ, ദീർഘകാലയളവിൽ ചെറിയ തുകകൾക്ക് പോലും വലിയൊരു മാറ്റമുണ്ടാക്കാൻ ഈ കൂട്ടുപലിശയ്ക്ക് പറ്റും. അതാണ് അജയുടെ കൂട്ടുകാരൻ പറഞ്ഞത്, പലിശയ്ക്കുമേൽ പലിശ കിട്ടുമെന്ന്. ദീർഘകാലത്തേക്ക് സമ്പത്തുണ്ടാക്കാൻ ഇത് വളരെ നല്ലൊരു വഴിയാണ്. കൊള്ളാം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അജയ് ഇതൊക്കെ കേട്ട് കാര്യങ്ങൾ പഠിച്ച് ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് കമ്പനി നോക്കി മാസം 2000 രൂപയുടെ ഒരു SIP തുടങ്ങാൻ തീരുമാനിച്ചു. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് വഴിയാണ് തുടങ്ങിയത്. സുഹൃത്ത് സഹായിച്ചു. ഇപ്പൊ ഇടയ്ക്കൊക്കെ ആ ആപ്പ് തുറന്നു നോക്കുമ്പോൾ തന്റെ ചെറിയ നിക്ഷേപം പതുക്കെയാണെങ്കിലും വളരുന്നത് കാണുമ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, ടെക്നോളജി ഉപയോഗിക്കാൻ മടിയില്ലെങ്കിൽ, ദീർഘകാലത്തിൽ മാർക്കറ്റിനനുസരിച്ചുള്ളൊരു വളർച്ച വേണമെന്നുണ്ടെങ്കിൽ ഈ SIP ഒരു നല്ല ഓപ്ഷനാണ്. തീർച്ചയായും. അപ്പോ നമ്മൾ ഈ 3 പേരുടെ കഥ പറഞ്ഞു. വർഗീസ്, ശ്രീലക്ഷ്മി, അജയ്. ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതൊന്ന് ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ വലിയ പണക്കാരനാവുകയൊന്നും വേണ്ട. ചെറുതായി തുടങ്ങുക. വർഗീസിനെ പോലെ 1000 രൂപയോ അജയെ പോലെ 2000 രൂപയോ അല്ലെങ്കിൽ ഒരു 500 രൂപയോ, എത്ര ചെറുതാണെങ്കിലും തുടങ്ങുക എന്നതാണ് പ്രധാനം, അല്ലേ? അതെ, തീർച്ചയായും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടാവണം. എന്തിനാണ് നിങ്ങൾ ഈ പണം മാറ്റിവെക്കുന്നത്? കുറഞ്ഞ കാലം കൊണ്ടൊരു ഫോൺ വാങ്ങാനാണോ? അപ്പോൾ ഒരുപക്ഷെ RD മതിയാവും. അതല്ല, ഒരു 15-20 വർഷം കഴിഞ്ഞ് മകളുടെ കല്യാണത്തിനോ പഠിത്തത്തിനോ ആണോ? അപ്പോൾ PPF നോക്കാം, അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ഒരു SIP നോക്കാം. ലക്ഷ്യമനുസരിച്ച് വേണം വഴി തിരഞ്ഞെടുക്കാൻ. ശരിയാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എത്രത്തോളം നഷ്ടം സഹിക്കാൻ പറ്റും, അതായത് റിസ്ക് എടുക്കാനുള്ള കഴിവ്, അത് മനസ്സിലാക്കണം.
ഉറപ്പായ വരുമാനം മതി, റിസ്ക് തീരെ വേണ്ട എന്നാണെങ്കിൽ RD, PPF അല്ലെങ്കിൽ ബാങ്കിലെ FD ഒക്കെയാണ് നല്ലത്. കുറച്ചുകൂടി റിസ്ക് എടുത്ത് കൂടുതൽ വളർച്ച വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SIP നോക്കാം. നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നത് കുറച്ചുകൂടി റിസ്ക്കും അതിനെക്കുറിച്ച് നല്ല അറിവും ആവശ്യമുള്ള കാര്യമാണ്. തുടക്കക്കാർ വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യേണ്ട ഒന്നാണത്. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തട്ടിപ്പുകളെക്കുറിച്ചുള്ള ഒരു ജാഗ്രത. അത് വേണം. തീർച്ചയായും വേണം. കേരളത്തിൽ നമ്മൾ ദിവസവും കേൾക്കുന്നതാണ് പലതരം സാമ്പത്തിക തട്ടിപ്പുകളുടെ വാർത്തകൾ. കുറഞ്ഞ കാലം കൊണ്ട് പണം ഇരട്ടിയാക്കാം, മാസം ഉറപ്പായി ഇത്ര ശതമാനം ലാഭം തരാം എന്നൊക്കെ പറഞ്ഞ് പലരും വരും, ഓൺലൈനായും അല്ലാതെയും. അത് വളരെ ശരിയാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ പൈസ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? യാഥാർത്ഥ്യബോധമില്ലാത്ത വാഗ്ദാനങ്ങളെ എപ്പോഴും സംശയത്തോടെ കാണുക. ഒരു നിക്ഷേപത്തിന് സാധാരണയിൽ കവിഞ്ഞ ഒരുപാട് ഉയർന്ന ലാഭം ആരെങ്കിലും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് കരുതണം. എപ്പോഴും അംഗീകൃത സ്ഥാപനങ്ങൾ വഴി മാത്രം നിക്ഷേപിക്കുക. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, പിന്നെ സെബി, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള സർക്കാർ ഏജൻസികൾ അംഗീകരിച്ച മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, ബ്രോക്കർമാർ, അവരുടെ അംഗീകൃത ആപ്പുകൾ, വെബ്സൈറ്റുകൾ, അത് മാത്രം ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ അറിവുള്ളവരോട് ചോദിച്ചുറപ്പുവരുത്തണം. കാരണം നിങ്ങളുടെ കഷ്ടപ്പാടുണ്ടാക്കിയ പണമല്ലേ, അത് സുരക്ഷിതമായിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ഓർമ്മപ്പെടുത്തലാണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ദിവസവും ഒരു ചായ കുടിക്കുന്നത് ലാഭിച്ചാൽ മാസം കുറച്ച് കാശാകുമല്ലോ. അതുപോലെ എല്ലാ മാസവും ഒരു ചെറിയ തുക ഒരു ചിട്ടയോടെ നിക്ഷേപിച്ചാൽ കാലം കഴിയുമ്പോൾ അതൊരു വലിയ സമ്പാദ്യമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ച വർഗീസിന്റെയോ ശ്രീലക്ഷ്മിയുടെയോ അല്ലെങ്കിൽ അജയുടെയോ വഴി നിങ്ങൾക്ക് യോജിച്ചതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തമായൊരു നിക്ഷേപ യാത്ര തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്നാശംസിക്കുന്നു. തീർച്ചയായും ഈ പറഞ്ഞ ലളിതമായ വഴികൾ RD, PPF, SIP ഒക്കെ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്ലാനിങ്ങിലോ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇത് സഹായിക്കുമോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കുറച്ചുകൂടി സുരക്ഷിതമാക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയായിരിക്കുമോ? ഇതിനെക്കുറിച്ചൊന്ന് ഗൗരവമായി ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്.